ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രോദയത്തിലെ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. രവീന്ദ്രനാണെങ്കിലോ ശ്രുതിയെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പക്ഷേ ചന്ദ്രക്ക് അത് ഒട്ടും ഇഷ്ടാവുന്നില്ല. ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തുമ്പോഴേക്കും ചന്ദ്രോദയം വിട്ടിറങ്ങി ബാമയുടെ വീട്ടിൽ പോവാണ്. അവിടെ ബാമേനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരതും കാണുക. ബാമയെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രോദയത്തിലെ സമാധാനം ഫുള്ളായിട്ട് പോയിരിക്കുവാണ്. രവീന്ദ്രൻ അത് ഭയങ്കരമായിട്ട് മനസ്സിന് പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ശ്രുതിയാണെങ്കിലോ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് വീട്ടിൽ ഫുള്ളും നടക്കുന്നതും. അപ്പോൾ അങ്ങനെ വീട്ടിലൊരു സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ രവീന്ദ്രൻ ഒരു തീരുമാനം എടുക്കുവാണ്. നാട്ടിൽ നിന്നും അച്ചമ്മേനെ വിളിച്ചുകൊണ്ടും വരാൻ പോവാണ് നമ്മുടെ രവീന്ദ്രൻ. സച്ചിയും രേവതിയും പറയുന്നുണ്ട്, അതെ അച്ചമ്മ വന്നാലേ ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവത്തുള്ളൂ. ഇതെല്ലാവരും പല പല വഴിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് ഒരു തീരുമാനം ഉണ്ടാവുക? കുടുംബത്തിൽ സമാധാനം തന്നെ ഉണ്ടാവില്ല. അച്ചമ്മ വരണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്നാൽ നാട്ടിൽ പോയി അച്ചമ്മനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുവാണ്. സച്ചി രവീന്ദ്രൻ്റെ കൂടെ പോകാൻ പോകുമ്പോഴേക്കും സമ്മതിക്കുന്നില്ല. നീ ഇവിടെ വേണം, വീട്ടിലാരും ഇല്ലാത്തതാണ്, ശ്രുതി ഒറ്റക്കാണ്, അവൻ്റെ മാനസിക നിലയൊക്കെ തെറ്റിയിരിക്കുവാണ്, നീ തൽക്കാലത്തേക്ക് ഇവിടെ നിന്നോ, ഞാൻ പോയി എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോവാണ്. ശ്രുതി തിരിച്ചു വരുമ്പോൾ ചന്ദ്രയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ എപ്പിസോഡുകളിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഉടൻ വരാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ രവീന്ദ്രൻ നാട്ടിൽ പോയിട്ട് അച്ചമ്മയായിട്ട് കൂട്ടിക്കൊണ്ട് വരുവാണ്. സച്ചിൻ രേവതി മാത്രമേ വീട്ടിലുണ്ടാവത്തുള്ളൂ ആ ടൈമിൽ. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി എത്തുവാണ്. കാരണം വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടത്തുമ്പോൾ അവരിങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയായിട്ട് അവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവരും ചന്ദ്രോദയത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ ശ്രുതിയെ വിളിച്ചിരുത്തി ചോദിക്കുന്നുണ്ട്, എന്താടാ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറഞ്ഞായിരുന്നില്ലേ അവൾ വന്നില്ല, അവൾ ദേഷ്യത്തിൽ ഇറങ്ങി പോയിരിക്കുക, അവൾക്ക് സമാധാനം ഇല്ലെന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ടേ അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ബാമയുടെ വീട്ടിലാണെന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ ശ്രുതിയോട് ചോദിക്കും, എടാ ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്കറിയില്ല എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കും, അറിയില്ലെന്നോ? സ്വന്തം ഭാര്യ എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്, അറിയില്ലെന്ന്. നീ എന്തൊരു ഭർത്താവാടാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവൾ വേറെ എവിടെ പോവാനാ, ആ മീരയുടെ വീട്ടിൽ കാണും എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, എടാ ശ്രുതി അവൾ കാണിച്ചത് തെറ്റ് തന്നെയാണ്, പക്ഷെ നിൻ്റെ അമ്മ അവളുടെ അത്യാഗ്രഹമാണ് ഇതിനെല്ലാം കാരണം. അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷ ഏത്? പണത്തിന്മേലായിരുന്നു അവൾക്ക് എപ്പോഴും നോട്ടം. അവൾക്കൊരടി വേണ്ടതായിരുന്നു. പക്ഷേ അവളൊരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെയാണ് പറ്റിച്ചിരിക്കുന്നത്. അതങ്ങനെ വെറുതെ വിടാനും പറ്റത്തില്ല. ഈ പ്രശ്നത്തിന് എല്ലാവരും പല പല സ്ഥലത്ത് പോയിരുന്ന ഒരു തീരുമാനവും ഉണ്ടാവത്തില്ല. നീ ഇപ്പം തന്നെ നിൻ്റെ ഭാര്യയെ ഇങ്ങോട്ടേക്ക് വിളിക്കണം. രവി നീ ചന്ദ്രയെയും വിളിക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അച്ചമ്മേ ഞാൻ വിളിക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയും, വിളിക്കില്ലെന്നോ? വിളിക്കടാ, നിനക്ക് എന്താ വിളിച്ചാൽ? നിൻ്റെ ഭാര്യയെ നീ വിളിക്കാതെ വേറെ ആരാ വിളിക്കുന്നത്? ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും ഇവിടെ വേണം, എന്നാലേ ശരിയാവത്തുള്ളൂ. നീ ശ്രുതിയെ വിളിക്കുക, ഞാനാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി എടുത്ത് വിളിക്കുവാണ് വേറെ നിവർത്തിയില്ലാതെ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിലോ അവിടെ ശ്രുതിയുടെ ഫോണിനായി കാത്തിരിക്കുവാണ്. പക്ഷേ ശ്രുതി വിളിക്കുമ്പോഴേക്കും ശ്രുതി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, നിനക്ക് ഫോൺ എടുത്താൽ എന്താ? ഇത്രയും നേരം ശ്രുതി വിളിക്കാത്തത് എന്താ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമായിരുന്നില്ലേ? കോൾ എടുക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, പെട്ടെന്ന് എടുത്താലേ എൻ്റെ സ്നേഹം ശ്രുതിക്ക് മനസ്സിലാവത്തില്ല, ശ്രുതി ഇനിയും വിളിക്കും, അപ്പോൾ ഞാൻ എടുക്കാം എന്ന് പറയുവാണ്. അങ്ങനെ 2-3 പ്രാവശ്യം വിളിക്കുന്നുണ്ട്, ശ്രുതി എടുക്കുന്നില്ല. ആ വിവരം അച്ചമ്മേനോട് പോയി പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവാ, എന്നാലേ ശരിയാവത്തുള്ളൂ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കൂട്ടിക്കൊണ്ട് വരാനൊന്നും ഞാനില്ല, ഞാൻ എന്തിനാ അവളുടെ മുമ്പിൽ പോയി ചെറുതായി നിൽക്കുന്നത്? ഇത്രയും കള്ളത്തരം കാണിച്ചത് അവളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും ചെറുതാവില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പിന്നെ പറയുന്നുണ്ടേ, എന്നാൽ ശരി നീ എന്നാൽ വിളിക്കേ, 2-3 പ്രാവശ്യം കൂടി വിളിച്ചു നോക്കുക, അവൾ ചിലപ്പോൾ എടുക്കും എന്ന് പറയുവാണ്. രവീന്ദ്രനോട് ചന്ദ്രയെ വിളിക്കാൻ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ടേ, ആദ്യം ശ്രുതി വരട്ടെ, ശ്രുതി വരോ ഇല്ലയെന്ന് നമുക്കറിയണ്ടേ അമ്മേ, അത് കഴിഞ്ഞിട്ട് ചന്ദ്രയെ വിളിക്കാമെന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതി വിളിക്കുമ്പോഴേക്കും ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രുതി എടുക്കുവാണ്. ശ്രുതി എടുത്ത് സംസാരിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, ശ്രുതി അച്ചമ്മ ഇവിടെ വന്നിട്ടുണ്ട്, നിന്നോട് എത്രയും വേഗം വീട്ടിലോട്ട് വരാനാ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, ഓഹോ ശ്രുതി അപ്പോൾ അച്ചമ്മ പറഞ്ഞിട്ടാണല്ലേ എന്നെ വിളിച്ചത്, ശ്രുതിക്കായിട്ട് തോന്നിയിട്ട് വിളിച്ചതല്ല, ശ്രുതിക്കപ്പോൾ എന്നോട് ഒരു ഇഷ്ടവും ഇല്ലേ
എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ലേ. നിന്നോട് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരാനാണ് അച്ഛമ്മ പറഞ്ഞത്, നീ വാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി തൻ്റെ ഡിമാൻഡ്സ് ഒക്കെ മുമ്പിലോട്ട് വെക്കുന്നുണ്ട്. ശ്രുതി ഞാൻ വരാം, എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്, ഡിമാൻഡ്സ് ആണോ റിക്വസ്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഈ സമയത്ത് ഡിമാൻഡ് പറയാനൊന്നും എനിക്കാവത്തില്ല, അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതിയാൽ മതി. ഞാൻ വീട്ടിലോട്ട് വരാം, പക്ഷേ ആൻറ്റി എന്നെ തല്ലാനോ ചീത്ത പറയാനോ ഒന്നും പാടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ ശ്രുതി നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അമ്മേ അവൾ ഇവിടെ വരാം, പക്ഷേ അമ്മ ഒന്നും അവളെ ചെയ്യാൻ പാടില്ലെന്നാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും, അവളൊന്നും ചെയ്യത്തില്ല, ഞാനിവിടെ ഉള്ളപ്പോൾ അവൾ ശ്രുതിയുടെ മേത്ത് കൈ വെക്കത്തില്ല, നീ ധൈര്യമായിട്ട് അവളോട് വരാൻ എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ഇവിടെ വന്നേക്ക്, അമ്മ ഒന്നും ചെയ്യത്തില്ല, അച്ഛമ്മ നോക്കിക്കോളാം എന്നാ പറഞ്ഞേക്കുന്നെന്ന് പറയുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതി എന്നെ തല്ലാനുള്ള അവകാശം ശ്രുതിക്കുണ്ട്, പക്ഷെ ശ്രുതിയുടെ അമ്മയ്ക്കില്ല, ഞാൻ വന്ന ആൻറ്റി കൈവെക്കാൻ പാടില്ല, ശ്രുതി വേണം അത് നോക്കാൻ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ടേ, അച്ഛമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ശ്രുതി അപ്പോൾ നീ പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുവാണേ, ഞാൻ പോവാണ് മീരെ, എത്ര നാൾ ഞാനിവിടെ നിൽക്കും, എനിക്ക് എൻ്റെ ശ്രുതി വേണം എന്ന് പറയുവാണ്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, അവിടെ പോയാൽ അവർക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞതെന്നായിരിക്കും ആദ്യത്തെ ചോദ്യം, ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ നീ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, എനിക്ക് എങ്ങനെ എന്തൊക്കെ പറയണമെന്ന് നല്ല ബോധമുണ്ട്, ആ വീട്ടിലൊന്ന് കയറി പറ്റിയാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ശ്രുതി പറയുവാണ്. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ ചന്ദ്രയെ വിളിക്കുന്നതാണ്. ചന്ദ്ര അതേസമയം ബാമയോട് അവിടെ ഇങ്ങനെ പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ കാരണം തന്നെയാണ് അവൾ ആ വീട്ടിലോട്ട് കയറി വന്നത്, ഒരു പെരിങ്കള്ളി എൻ്റെ മോനെ കെട്ടിയെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് രവീന്ദ്രൻ വിളിക്കുന്നത്. രവീന്ദ്രൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നീ ബാമയുടെ വീട്ടിലല്ലേ ഉള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അവിടെ അല്ലാതെ പിന്നെ ഞാൻ വേറെ എവിടെ പോവാനാ, എന്താ വിളിച്ച കാര്യം പറയാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ടേ, അമ്മ വന്നിട്ടുണ്ട്, നീ എളുപ്പം വീട്ടിലോട്ട് വരണം എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ ചന്ദ്രക്ക് ദേഷ്യം വരുവാണ്, അമ്മ വന്നിട്ടുണ്ടെന്നോ, എന്തിന്, അതും ഈ സാഹചര്യത്തിൽ. അപ്പോൾ രവീന്ദ്രൻ പറയും, ഞാൻ ആ അമ്മയെ പോയി കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം കൂടെ അരിച്ചു കയറുവാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, അമ്മ എന്തിനാ ഈ പ്രശ്നങ്ങളിലൊക്കെ വലിച്ചിടുന്നത്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കേണ്ട കുടുംബത്തിലെ ആളാ നീ ഒന്നും നോക്കാതെ ബാമയുടെ വീട്ടിൽ പോയിരിക്കുന്നു, ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ, അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം, അതുകൊണ്ട് തന്നെ ഞാനാ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. നീ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ടേ, അവൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ആര്, ആ പെരുങ്കള്ളി അവളെ വിളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രുതി അവളെ ഫോൺ ചെയ്തിട്ടുണ്ട്, അവൾ ഇപ്പോൾ വരും എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്തിനാ അവളെ ഫോൺ ചെയ്തത്? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഞാനിപ്പോൾ വിളിച്ചതുപോലെ തന്നെ അവൻ്റെ ഭാര്യയെ അവനും വിളിച്ചു, അതിൽ നിനക്കെന്താ ചന്ദ്ര പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ വരും, അവളെങ്ങാനും എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല, ഞാൻ കണ്ണി കണ്ടതൊക്കെ അവളെ ചെയ്യും, നിങ്ങളുടെ അമ്മ തടയാൻ വരരുതെന്ന് പറഞ്ഞേക്കണം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതിയുടെ അമ്മായിയമ്മ ഞാനാ, അവളെ എന്ത് ചെയ്താലും നിങ്ങളുടെ അമ്മ മിണ്ടാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ അമ്മായിയമ്മ പക്ഷേ എൻ്റെ അമ്മയാ, ആ അധികാരം അമ്മയ്ക്കില്ലെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ അവൾ കാരണം ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് ഞാനാ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ആദ്യം വാ ചന്ദ്രേ, നമുക്ക് ആദ്യം സംസാരിച്ച ഒരു തീരുമാനത്തിലെത്താമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ വരാം, പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ അമ്മയോട് പറഞ്ഞു വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. പിന്നെ ചന്ദ്രോദയത്തിലെ എല്ലാവരും ചന്ദ്രയും ശ്രുതിയും വരുന്നതും കാത്ത് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, ആരായിരിക്കും ആദ്യം വരുന്നത്, ശ്രുതി ചേച്ചി വരുമോ അതോ ആൻറ്റി വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആര് വന്നാലും ശരി, അമ്മ എന്തായാലും ശ്രുതി ചേച്ചിയുള്ള കണക്ഷൻ ഇന്നത്തോടെ കട്ട് ചെയ്യുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒരുമിച്ച് ഒരേ സമയത്ത് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നതും ചന്ദ്ര ശ്രുതിയെ കാണുമ്പോഴേക്കും മുഖമൊക്കെ അങ്ങോട്ട് മാറുവാണ്. ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എന്ന് വിളിക്കുമ്പോഴേക്കും ചന്ദ്ര മൈൻഡ് ചെയ്തില്ലേ. ദേഷ്യത്തിൽ ചന്ദ്രോദയത്തിലോട്ട് കയറി പോവാണ്. പുറകിൽ ശ്രുതിയുണ്ട്. ചന്ദ്രയും ശ്രുതിയും ഒരുമിച്ച് വരുന്നത് കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ അച്ഛമ്മക്ക് ഇവിടെ ഇനി പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അവർ രണ്ടുപേരും തമ്മിലുള്ള വഴക്കൊക്കെ കഴിഞ്ഞു, ഒന്നിച്ച് വരുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി നീ അവിടെ മിണ്ടാതിരുന്നു, മനുഷ്യനാകെ തലയ്ക്ക് ഭ്രാന്ത് എടുത്തിരിക്കുക എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, നീ അവിടെ ഇരിക്കു ചന്ദ്രേ, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കേണ്ട ആള് ഇവിടെ നിന്ന് മാറി നിൽക്കുവാന്നൊക്കെ അച്ഛമ്മ ചീത്ത പറയുന്നുണ്ട് ചന്ദ്രയെ. ശ്രുതി അപ്പോഴും ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുവാണ് കേട്ടോ.
ശ്രുതിയോട് അച്ചമ്മ പറയുന്നുണ്ടേ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, അകത്തോട്ട് വാന്ന് പറയുവാണ്. പക്ഷേ ശ്രുതി അകത്തോട്ട് കയറുന്നില്ല. പുറത്ത് തന്നെ നിൽക്കുമ്പോഴേക്കും ശ്രുതി വരുവാണ് കേട്ടോ. ശ്രുതി ഓടി വന്ന് അമ്മയോട് മിണ്ടുന്നുണ്ട്. അമ്മ ഇത്ര നേരം എവിടെയായിരുന്നു, അമ്മ എവിടെ പോയിരിക്കുമായിരുന്നു, കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, എടാ ശ്രുതി, നിന്റെ ഭാര്യ പുറത്ത് നിൽക്കുന്നത് കണ്ടില്ലേ, അവളെ വിളിക്കുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുവാണേ. വിളിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എടാ ശ്രുതി, നിന്നോടാ പറഞ്ഞത് ശ്രുതിയെ വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്യണമെന്നറിയാതെ പറയുന്നുണ്ടേ. അച്ചമ്മ പറയുന്നത് കേട്ടില്ലേ, അകത്തോട്ട് വാന്ന് പറയുവാണ്. ശ്രുതി അപ്പോഴും അകത്തോട്ട് കയറുന്നില്ലേ, അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അവനായിട്ട് തോന്നിയിട്ട് വിളിക്കുന്നില്ല അച്ചമ്മ, അവൻ്റെ സംഭാഷണം കേട്ടില്ലേ, അച്ചമ്മ വിളിക്കുന്നത് കേട്ടില്ലേ, അകത്തോട്ട് വാന്ന്, നിനക്ക് മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കടാന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാതിരിക്കെ, ശ്രുതി അകത്തോട്ട് വാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വിളിക്കുവാണ്. അപ്പോൾ ശ്രുതി അങ്ങനെ പേടിച്ച് വരണ്ട് പയ്യെ പയ്യെ അകത്തോട്ട് കയറി വരുവാണ്. ശ്രുതി അകത്തോട്ട് കയറുമ്പോഴേക്കും അച്ചമ്മ തൻ്റെ സംസാരം തുടരുവാണ്. നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ചന്ദ്രേ, നിനക്ക് പ്രായം 25 എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ടേ. അവർ ചെറുപ്പമാണെന്ന് പറയാം, നിനക്കെന്താ ചെറുപ്പക്കാരികളുടെ സ്വഭാവമൊക്കെ കാണിച്ച് നടക്കുവാണോ, വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ അത് പരിഹരിക്കേണ്ട നീ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വീട്ടിൽ 1000 പ്രശ്നങ്ങളുണ്ടാവും എന്നും പറഞ്ഞ് വീട് വിട്ട് പോകുന്നതാണോ രീതി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴേക്കും എങ്ങനെ ഈ വീട്ടിൽ നിൽക്കാൻ തോന്നും മനുഷ്യന്, അതുകൊണ്ടാണ് ഞാൻ പോയി എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. എത്ര പ്രശ്നങ്ങളുണ്ടായാലും വീട് വിട്ടു പോകുന്നത് ശരിയാണോ, എത്ര നാൾ നീ മാറി നിൽക്കും, നീയല്ലേ പ്രായത്തിന് മൂത്തവര്, നീ വേണ്ടേ ഈ പ്രശ്നങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാനെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ടേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു കൊലപാതകയായിട്ട് മാറും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയി എന്ന് പറയുവാണ്. അമ്മയുടെ മുമ്പിലാണോ ചന്ദ്ര എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ടേ. പിന്നെ അവൾ ചെയ്ത കാര്യത്തിന് ഞാൻ അവളെ മടിയിലിരുത്തി കൊഞ്ചിക്കണമെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ അച്ചമ്മക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ എന്താടി എൻ്റെ മോനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, അമ്മ എപ്പോഴും ഇങ്ങനെ അച്ചമ്മേ, എൻ്റെ മകനൊന്നും പറയാത്തത് കൊണ്ടാണ് അവൾ ഇങ്ങനെ തലകീറി നിരങ്ങുന്നത്, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഈ കളിയൊന്നും നടക്കില്ലായിരുന്നു ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട് അച്ചമ്മ. ഈ കുടുംബം എപ്പോഴും ഒന്നോടെ സന്തോഷത്തോടെ കഴിയണം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതാ, ഇത് പ്രശ്നം പരിഹരിക്കേണ്ട നീ എവിടെ ഇല്ലല്ലോ, പിന്നെ ഞാൻ വരാതെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അമ്മ എന്താ ഞാനെന്തോ കുറ്റക്കാരിയാണെന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത്, ഇവൾ ചെയ്തു വെച്ചതൊക്കെ അമ്മ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, അവൾ കാണിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു, അവൾ ചെയ്തത് തെറ്റാ, പക്ഷെ അവൾ എന്തിനാണ് ഇത്രയും വലിയ കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്ന് ആദ്യം നീ ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു എന്നൊക്കെ അച്ചമ്മ ചന്ദ്രയോട് പറയുവാണ്. കള്ളം പറഞ്ഞ് പറ്റിക്കുന്നവളോട് ഞാൻ എന്ത് കാരണം ചോദിക്കാനാ, രേവതി നീ പോയി അടുപ്പിൽ നിന്ന് ഒരു ചട്ടകം ചൂടാക്കി എടുത്തോണ്ട് വാ, ആ കള്ളം പറഞ്ഞ നാവ് എനിക്ക് പഴുപ്പിച്ചടക്കണം, എന്നാലേ എൻ്റെ ദേഷ്യമൊക്കെ തീരുള്ളൂ എന്ന് ചന്ദ്ര പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റി അതൊക്കെ ഡൊമസ്റ്റിക് വയലൻസാ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിയെ പോലീസ് പിടിച്ചോണ്ടും പോകുമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ അവിടെ ഒന്നും മിണ്ടാതിരിക്കും വർഷേ, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് നിൽക്കുവാന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര നീ ദേഷ്യപ്പെടുന്നതിൽ കാരണമുണ്ട്, ചീത്തയും പറഞ്ഞു, പക്ഷേ അവളെ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കിയത് ശരിയായില്ല എന്ന് അച്ചമ്മ ചന്ദ്രയോട് പറയുവാണ്. ഈ വീട്ടിലെ മരുമകളാ അവള്, ഈ വീട്ടിലെ അവള് കഴിയേണ്ടത്, അവളെയാ നീ പിടിച്ച് പുറത്താക്കിയതെന്നൊക്കെ പറയുവാണ് അച്ചമ്മ. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുവാണേ. അപ്പോൾ അച്ചമ്മ ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട്, അവൾ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് നീ ആദ്യം അവളോട് ചോദിക്കണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് അവളോട് പുഞ്ഞാരിച്ച് മടിയിലിരുത്തി എന്താ കാരണം എന്നൊന്ന് ചോദിക്കാനൊന്നും വയ്യ, ആദ്യം അവൾക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് പറയാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ, അമ്മേ ശിക്ഷ നൽകുന്നതിന് മുമ്പ് അതെന്തിനാ ചെയ്തതെന്ന് അറിയണ്ടേ, വിചാരണ കഴിയണേക്ക് മുമ്പ് തന്നെ ഈ ശിക്ഷിക്കുന്ന കാര്യം പറയുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുവാണ് രേവതി. ഇതിൽ കൂടുതൽ ഞാൻ അവളോട് എന്ത് ചോദിക്കാനാടാ, ഏതോ ഒരു ഇറച്ചിക്കടക്കാരനെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു വീട്ടിലോട്ട് അവളെന്ന് പറയുവാണ് ചന്ദ്ര. നിങ്ങൾ തന്നെയല്ലേ അയാളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ, അമ്മേ വീട്ടിൽ നടക്കുന്ന ഈ കള്ളത്തരങ്ങൾക്ക് ഒരവസാനം വേണമെന്ന് കരുതിയാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലാതെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കാൻ വേണ്ടിയിട്ടല്ല കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുവാണ് രേവതി. ചന്ദ്രൻ നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ടേ, എനിക്കിനി ഒന്നും കേൾക്കണ്ട, എന്നെ അവൾ മണ്ടിയാക്കി, എടാ സുധി നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു പെരുങ്കള്ളത്തരം കാണിച്ചുകൊണ്ടേയിരുന്നത്, പോയി 2 എണ്ണം അവക്കിട്ട് പൊട്ടിക്കിടാന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്, തല്ലാൻ വേണ്ടി സുധിച്ചേട്ടനെ പറഞ്ഞയക്കുന്നു, നിങ്ങൾ ആരും ഒന്നും മിണ്ടരുത്, ഇവക്കിട്ട് 2 എണ്ണം പൊട്ടിച്ചാലേ എൻ്റെ ദേഷ്യമൊക്കെ മാറത്തുള്ളൂ, സുധി പോയി തല്ലടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, ആഹാ അങ്ങനെ ഒരു പെണ്ണിനെ തല്ലിക്കഴിഞ്ഞാൽ ഈ വീട്ടിലെ ആരും കണ്ടുകൊണ്ടൊന്നും ഇരിക്കത്തില്ല എന്ന് പറയുവാണ് സച്ചി. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ തല്ലാനൊന്നും നിൽക്കല്ലേ, ലാസ്റ്റ് സുധിച്ചേട്ടനും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ജയിലിലാവും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യം വന്ന് വർഷയോട് തുള്ളുന്നുണ്ടേ, നീ മിണ്ടാതിരിക്കടി, എന്തു പറഞ്ഞാലും എന്താ
കേസാവും, പോലീസ് പിടിക്കും, അറസ്റ്റ് ചെയ്യും, ജയിലിലിടും എന്നൊക്കെ പറയുന്നത്. ഇവളെ തല്ലി ജയിലിൽ പോയാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് ചന്ദ്ര പറയുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, സുധി നീ അവളെ തല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, ചന്ദ്രയെ നീ ഒന്ന് അടങ്ങുന്നു പറയുവാണ്. ആരും എന്നോട് മിണ്ടരുത്, സുധി നിന്നോട് ഞാനാ പറയുന്നത്, പോയി തല്ലട അവളെ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ കയറി ഇടപെടുവാണേ. ചന്ദ്രേ നീ അവിടെ ഇരിക്കുന്നുണ്ടോ, നിന്റെ ദേഷ്യം ഒന്ന് കുറച്ചേ, എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ നല്ലതുപോലെ ചൂടാവുന്നുണ്ട് ചന്ദ്രയോട്. അപ്പോഴും ചന്ദ്രയുടെ ദേഷ്യം കുറയുന്നില്ലേ. ചന്ദ്ര ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എടാ സുധി നീ അപ്പോൾ അവളെ തല്ലില്ലല്ലേ, ശരി തല്ലണ്ട, ഇവളെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാ, നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഞാനാ, അപ്പോൾ അവളെ തല്ലാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ചാടി കലിതുള്ളി ശ്രുതിയുടെ അടുത്തോട്ട് പോയിട്ട് വീണ്ടും ശ്രുതിയെ ഒരുപാടിട്ട് തല്ലുവാണ്. വീട്ടിലുള്ളവരൊക്കെ തടയാൻ നോക്കുമ്പോഴും ചന്ദ്രയുടെ ദേഷ്യം മാറുന്നില്ല. ചന്ദ്ര ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുവാണ്. ലാസ്റ്റ് അച്ചമ്മ പറയുന്നുണ്ട്, ചന്ദ്ര ഒന്ന് നിർത്തുന്നുണ്ടോ, ഞാനാ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്, നീ അവിടെ തല്ലുന്നത് നിർത്തുന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ചീത്ത പറഞ്ഞ് നിർത്തിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടി നാണമില്ലാത്തവളെ, എന്ത് ധൈര്യത്തിലാണ് നീ ഈ വീട്ടിലോട്ട് വീണ്ടും കയറി വന്നതെന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെട്ട് വീണ്ടും തല്ലാൻ പോകുമ്പോഴേക്കും സൂതി കയറി ഇടപെടുവാണേ. അമ്മേ ഒന്ന് നിർത്ത് എന്ന് പറയുവാണ്. സൂതി അങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് അത് ഭയങ്കര ഷോക്കാവാണ്. ചന്ദ്രക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഷോക്കാവാണ്. കാരണം സൂതിയുടെ വായിന്ന് ആദ്യമായിട്ടാണ് അമ്മയെ എതിർത്തൊരു വാക്ക് വരുന്നത്. സൂതി അങ്ങനെ പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും നാളും എന്ത് പ്രശ്നം വന്നാലും ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ തല്ലുമ്പോഴൊന്നും സൂതി എങ്ങനെ നോക്കിക്കൊണ്ട് നിന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് സൂതി പറഞ്ഞിരിക്കുവാണ്, അമ്മയെ ഒന്ന് നിർത്തുന്നു. ചന്ദ്ര ഷോക്കായിട്ട് ഇങ്ങനെ സൂതിയെ നോക്കുവാണേ. മതി അമ്മ അവളെ തല്ലിയത്, ഇനി തല്ലരുതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര സൂതിയുടെ അടുത്തോട്ടായിട്ട് പോയി പറയുന്നുണ്ടേ, നീ എന്താടാ ഈ പറയുന്നത്, അവൾ കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നീയോ അവളെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുമ്പോൾ എന്നെ തടയാൻ നോക്കുന്നു എന്ന് ചോദിക്കുവാണ് സൂതിയോട് ചന്ദ്ര. ശിക്ഷിക്കുവാണെങ്കിൽ എന്നെയും കൂടി ചേർത്ത് ശിക്ഷിക്കുമെന്ന് സൂതി പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ടേ, നീ എന്താടാ സൂതി ഈ പറയുന്നേ. അപ്പോൾ സൂതി പറയുവാണേ, എനിക്ക് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് അത് ഭയങ്കര ഷോക്കാവാണ്. ചന്ദ്രക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഷോക്കാവാണ്. എല്ലാവരും സുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. കാരണം അന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ സുതി ഇന്ന് പറയുവാണ് തനിക്കെല്ലാം അറിയാമെന്ന്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ടേ, നീ എന്താടാ ഈ പറയുന്നത്, നിനക്കറിയായിരുന്നോ എന്നോ. അപ്പോൾ സുതി പറയുന്നുണ്ടേ, അതേ അമ്മേ, അയാൾ ശ്രുതിയുടെ അച്ഛനല്ലെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു, ശ്രുതി എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ശ്രുതിക്ക് നേരെ പോയിട്ട് ശ്രുതിയെ 2 അടി അടിക്കുവാണേ. നീ വെറുതെ ഓരോ കള്ളങ്ങൾ പറയരുത്, നീ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ലമ്മേ എനിക്കറിയായിരുന്നു, അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അവളുടെ ഇളയച്ചനല്ലെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ കലികേറി നിൽക്കുവാണ്. ശ്രുതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായപ്പോഴേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവാണ്. ശ്രുതി കരഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതിവൻ വെറുതെ പറയുന്നതാ, കാരണം ഇവൻ എന്ത് വിഷയം അറിഞ്ഞാലും ഇത് എല്ലാം അമ്മേനോട് പറയുന്നതാ, ഈ വിഷയം അവൻ പറഞ്ഞിട്ടില്ല, അതിൻ്റെ അർത്ഥം ഇവൻ അറിയില്ലെന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ ദേഷ്യപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ടെന്താ നിന്നോട് ഞാൻ അന്ന് ചോദിച്ചപ്പോൾ നിനക്കൊന്നും അറിയില്ലെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ ആ ദേഷ്യത്തിൽ എന്നെയും കൂടി തല്ലുവല്ലോ എന്നോർത്ത് പേടിച്ചിട്ടാ ഞാൻ പറയാത്തേന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയപ്പോൾ പോലും നീ ഒന്നും മിണ്ടാതെ നോക്കി നിന്നത്തേ ഉള്ളൂ, എന്നിട്ട് ഇപ്പോൾ എന്താടാ നിനക്കെല്ലാം അറിയാമെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ എനിക്ക് ശരിക്കും അറിയായിരുന്നു, അവൾ എന്നോട് പറഞ്ഞതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ആകെ തകർന്നു പോവാണേ. ശ്രുതിയിട്ട് ഒരുപാട് തല്ലുന്നുണ്ട്, കരയുന്നുമുണ്ട്. നീയും കൂടി ചേർന്നാണോ എന്നെ പറ്റിച്ചത്, എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരു മണ്ടിയാക്കി, ഇവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് എൻ്റെ മോൻ ഇങ്ങനെ മാറിയത്, ഇവളുടെ കള്ളത്തരങ്ങൾക്കൊക്കെ എൻ്റെ മോനെയും കൂട്ടാളിയാക്കി, ഞാനിനി എന്ത് ചെയ്യും, എനിക്കാരുമില്ല, എൻ്റെ മോനും എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആകെ തകർന്ന അവസ്ഥയിലാണ്. ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അച്ചമ്മയ്ക്ക് സമാധാനിപ്പിക്കുന്നുണ്ട്, ചന്ദ്രേ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഇങ്ങനെ കരയല്ലേ, നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊരു തീരുമാനം എത്രയും വേഗം ഉണ്ടാക്കണം എന്ന് പറയുവാണ്. ഏതായാലും ശ്രുതി ചന്ദ്രോദയത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി ശ്രുതി എന്തായാലും അവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇറങ്ങാനും പോകുന്നില്ല. ഇനി അടുത്തതായിട്ട് അച്ചമ്മ ചോദിക്കാൻ പോകുന്നത് എന്തിനാണ് ഇത്രയും കള്ളത്തരം പറഞ്ഞതെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.